എന്താ പരിപാടി? ടിവിയിലാണോ? ടിവിയിലല്ല, നിങ്ങളുടെ പരിപാടി എന്താണ്? ഇന്നലത്തെ പോലെ ഇന്നും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്റെ ദൈവമേ, അപ്പൊ ഇന്നും പണിക്ക് പോക്കില്ല? പണി അവിടെ തീർന്നിരിക്കണേയുള്ള ഞാൻ ഇനിയിപ്പോ വേറെ പണി അന്വേഷിക്കണം. അപ്പൊ ആരന്വേഷിക്കണം? ഞാൻ അന്വേഷിക്കണോ? കൂട്ടുകാരെ അന്വേഷിക്കണ്ട. അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറ്റും, വണ്ടിക്കാശില്ല. അത് കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ. നിങ്ങക്ക് എത്ര രൂപ വേണം വണ്ടിക്കാശ്? 20 രൂപ അങ്ങോട്ട് വേണം, 20 രൂപ ഇങ്ങോട്ട് വേണം. 50 രൂപ ഉണ്ടെങ്കിൽ പോവാല്ല. 50 രൂപ പോവാം. 50 രൂപ ഞാൻ തരാം. ഉച്ചക്കത്തെ ഊണ നിങ്ങൾക്ക് നേരത്തെ പറയാറുന്നില്ലേ? ഞാനിവിടെ ഭക്ഷണം ഉണ്ടാക്കി തരൂലായിരുന്നാ? അതെങ്ങനെ പണിക്ക് പോണാൻ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോണ്ടാണ്. എന്റെ ദൈവമേ, 150 രൂപയുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന ഭയങ്കര. നിങ്ങൾ പണിക്ക് പോയില്ലെങ്കിൽ എനിക്കാണ് തലവേദന. കാശ് പിടിച്ചേ, പണിക്ക് പോവാൻ നോക്ക്. ഇതും കൊണ്ട് പോയിട്ട് കൂട്ടുകാരുടെ പോയി കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കരുത്. 150 രൂപക്ക് ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ചു കൂട്ടി ആഘോഷിക്കാൻ പറ്റിയ കാശി. പണിക്കാ പോകൂല. ഇവിടെ വഞ്ചിയും വലയും കിടപ്പുണ്ട്, എന്നാ അതിനെങ്കിലും പോകാൻ പാടില്ലേ? വെള്ളത്തിൽ കിടക്കണ വെള്ളത്തിനകത്ത് വെള്ളം അടിച്ചിട്ട് ഞാൻ കയറിയിട്ട് വെള്ളത്തിൽ പോയാ ആർക്കാ കഷ്ടം? എന്തൊരു കഷ്ടമാണ് നോക്കണേ. 5 പവനായിട്ട് വന്ന് കേറിയ ഞാനാണ്. ഇപ്പൊ എന്റെ കഴുത്തിൽ നോക്കിയേ, അരപ്പവന്റെ മാലയും. കാറ്റടിച്ച് ഈ മാല കഴുത്തിലല്ല, മുഖത്താണ് കിടക്കണത്. ഇന്നത്തെ അരപ്പവന്റെ വിലയുണ്ട്, അന്നത്തെ 5 പവന്. നീ ഉരുത്തൊന്ന് നോക്ക്. ഞാൻ അന്ന് നീ മേടിച്ചിട്ട 5 പവന്റെ കാശായിട്ട് തിരിച്ചു വരാം. അതിന്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണ? പണിക്ക് പോ മനുഷ്യ. തൊഴിലുറപ്പിന് പോയിട്ടാണെങ്കിലും നീ എന്നെ പട്ടിണിക്ക് ഇടാതെ നോക്കാന്ന് നീ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ തൊഴിലൊന്ന് ഉറപ്പിക്ക്, എന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോണ കാര്യം ആലോചിക്കാം. കുറച്ച് പച്ചവാങ്ങ. ഇനി നിങ്ങൾ രാവിലെ അടിച്ചിട്ടുണ്ടാ? രാവിലെ ഒരു പച്ചവാങ്ങ മുളകും നിർത്തി. എത്ര ആളായി അടിച്ചിട്ട്? തൊട്ടിട്ട് എത്ര ആളായി? പോ സമയം കളയല്ലേ, പോവാൻ നോക്ക്. പിന്നെ ഏതു നേരത്താണാവോ ഇങ്ങനെ കെട്ടാന്ന്. എടാ ജോസേ, വൈഫ് ചിലപ്പോൾ വിളിച്ചു ചോദിക്കും ഞാൻ പണിക്ക് വന്നെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ പാലത്തിന്റെ അടിയിലുണ്ട്. അവിടെ നമ്മുടെ കൂട്ടുകാർ വരുമോ, ചെറുത് മേടിച്ച് അടിപൊളി നിന്ന് അടിക്കാണ്. അവള് വിളിക്കും, വിളിക്കാതിരിക്കില്ല അവള്. ശരി. ഹലോ, പണിക്ക് പോറങ്ങി. പാർക്കിലല്ല, ഇവിടെ ബാബുക്ക് വരുമല്ലോ, ഒരുമിച്ച് പോകുന്ന ഒരു 300 ആരാണ്ടല്ലോ. ആര്? നീ എപ്പ എന്ന്? ഒരു ദിവസം അടിച്ച് ബാറിന്ന് പുറത്തിറങ്ങിയപ്പോഴേ വണ്ടിക്കാശ് പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോ 300 രൂപ വെച്ചപ്പോ ഞാൻ തന്ന ഓർമ്മയുണ്ടാ? എനിക്ക് ബോധവും വിവരവും വെളിവില്ലാട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാശ് ചോദിച്ചെന്നും പറഞ്ഞ് നീ എന്തിനാ എനിക്ക് തരാൻ പോയത്? തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ബലമായ സംശയം, ഞാൻ എപ്പോഴും ഫിറ്റ് ആണെന്നും പറഞ്ഞ് നീ എനിക്ക് കാശ് തന്നെന്നും പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടാണ്. പൈസ തന്നെ എന്നെ വേണം തല്ലാനായിട്ട്. എത്ര മേടിച്ചെന്ന് പറഞ്ഞാൽ? 300 രൂപ. ഒരു 200 കൂടി റൗണ്ട് ആക്കി തരാം. റൗണ്ട് ആക്കണ്ട, അങ്ങനെ വെച്ചാൽ മതി. അപ്പൊ അന്ത് ബോധമില്ലാന്ന് പറയാനായിട്ടല്ലേ? ഇനി മേലാൽ എപ്പോഴെങ്കിലും ഞാൻ ബോധവും വെളിവില്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരരുതട്ടെ, ഞാൻ പറഞ്ഞിട്ടെ. ഇല്ല, ഇപ്പൊ ഞാൻ എടുത്തു വെച്ചേക്കണല്ല തരാനായിട്ട്. ആളെ പറ്റിക്കാൻ വേണ്ടി നീ ബാറിന്ന് ഇറങ്ങുമല്ല. ഹലോ, പാലത്തിന്റെ അടിയിലുണ്ട്. എന്റേതാകെ 150 ഉള്ളേ. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ. വൈഫ് വിളിക്കണമെങ്കിൽ ഞാൻ പണിക്ക് പോയെന്ന് പറഞ്ഞാൽ മതി കേട്ടാ, കണ്ടില്ലെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വെറുതെ എപ്പോഴേറെ ഇത് മനുഷ്യന് ക്ഷമക്കൊരു പരിധി ഉണ്ട് കേട്ടാ. അല്ലെങ്കിൽ ഇങ്ങോട്ട് വാ. ഞാൻ പാലത്തിന്റെ അടിയിലുണ്ട്.
ആ എടീ പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ ഞാനേ പണിക്ക് പോയാൽ 800 രൂപ കിട്ടും, പണിക്ക് പോയില്ലെങ്കിൽ 500 രൂപ കിട്ടും. ഏതാ നല്ലത്? ആ എന്നാ 500 കൊണ്ടുവരാം. ശരി, സമയം എടുക്കും. ശരി ശരി. പണി തലവേദന ചെന്നി കുത്തണ് എന്തടലാട ഔഷധം. തലവേദന ചെന്നി കുത്തണ് എന്തടലാട ഔഷധം. ഔഷധം 10 മണിയാകുമ്പോൾ ബിവറേജിൽ നിന്ന് മേടിച്ച് ഒരെണ്ണം മേടിച്ചടിക്കുന്നു. ഇവിടെ നല്ല ഇലയാണല്ലോ ഇത്, തെച്ചിന് പറ്റിയ ഇല, അടിപൊളി ഇല. എന്തായാലും ബിവറേജിൽ ഒന്നും ആരെ പറ്റിക്കുന്നതേമല്ലേ. അല്ല ആരെ നമസ്തേ സാറേ, ഈ പ്ലെയിൻ കേസ് തരുന്നു, ഒരു ബന്ധമില്ല. എന്നാ അങ്ങോട്ട് ഇരിക്കട്ടെ ഒരെണ്ണം. സാറിന്റെ വണ്ടിയാണല്ലേ? ഇടുക്കം കൈകുത്തിയാ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല അല്ലേ? സൈഡിൽ നിന്ന് കറക്റ്റ് പൃഥ്വിരാജാ കേട്ടോ. സാറിന്റെ വണ്ടി നല്ല ഉഗ്രം വണ്ടി, സാറിന്റെ നമ്പറും കൊള്ളാം, നല്ല നമ്പറാ കേട്ടോ. സാറേ ഇതേ ഒരു 100 രൂപ കയ്യും കാലും വിറച്ചിട്ട് പോയാ. അല്ല, ഞാനിപ്പോ കൊടുത്തതേ ഉള്ളൂ, കൊടുത്ത് തീർത്തതേ ഉള്ളൂ. 5-6 പേർക്ക് കൊടുത്തതേ ഉള്ളൂ. എന്നെ പോലെ 5 പേർക്ക് കൊടുത്താ. പക്ഷെ അതല്ല, എനിക്കൊരെണ്ണം അടിക്കണ്ടേ, കൈയും കാലും വിറക്കുന്നു. പ്ലീസ് അവിടെ പോയിക്കോ, ഞാൻ പറയാൻ അങ്ങോട്ട്. അല്ല സാറിന്റെ വെറുതെ തരണ്ട, സാറിന്റെ മോഹലക്ഷണം ഞാൻ പറയും. കൈ കാണിച്ച ഒരു 100 രൂപ കൈ നോക്കും മുമ്പ് ഒരു 100 രൂപ ഒരെണ്ണം അടിച്ചിട്ട് നല്ല സെറ്റായിരിക്കും. നല്ല രേഖയാ കേട്ടോ. 100 രൂപ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പ്ലീസ് ഒരു 100 രൂപ തന്നെ. എന്റെ അടുത്ത് ഇല്ല നീ, ഞാൻ ദൈവത്തോർക്കും ഒന്നും സമാധാനത്തിന് വേണ്ടി വന്നിരിക്കും. സത്യമായിട്ട് ഞാൻ വേറെ കോൾ ചെയ്യാമേ. എനിക്ക് സാർ ഒരു 100 രൂപ പ്ലീസ്, എനിക്ക് കൈ വിറച്ചിട്ട് വേണ്ടത്. എന്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാറേ പ്ലീസ് എനിക്കൊരു 100 രൂപ തന്നെ, സത്യമായിട്ട് എൻ്റെ തന്നെ. പൈസ തന്നില്ലേ പോകത്തില്ല, ഞാനിവിടെ കുത്തിയിരിക്കും, ഉറപ്പായിട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇരിക്കും ഞാനും. പിന്നെ ഞാനും ഇരിക്കാം. ഈ സാറിൻ്റെ ഒപ്പം ഇരിക്കാനുള്ള ഇതൊന്നും എനിക്കില്ല, ഞാൻ അങ്ങനെയാണ് ഏറ്റോളാം. എനിക്ക് പൈസ എനിക്ക് വേണം പ്ലീസ്. സാർ ഇങ്ങനെ കുത്തിയിരിക്കരുത് പ്ലീസ്. സാർ ഇങ്ങോട്ട് വാ, എനിക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടേ പറ്റുള്ളൂ. എന്നാ പിടിച്ച് എനിക്ക് വേണ്ട, 50 രൂപ കൊണ്ടുവന്ന് തന്നെ ഒരു ഞാനിവിടെ കിടക്കും. എനിക്ക് കറക്റ്റ് എനിക്ക് 50 രൂപയ്ക്ക് എന്നെ എടുക്കാൻ ഒരു 150 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞതാണ്. അതെ, 350 കാണപ്പെട്ട ദൈവം കേട്ടോ സാർ. 500 കിട്ടാൻ്റെ അടുത്ത് ഇപ്പൊ 350 കിട്ടുള്ളൂ. 150 എനിക്ക് നഷ്ടവും. ഇതെല്ലാം കണക്ക് 550 തന്നില്ലേ, ഞാൻ പൈസ തന്നില്ലേ? പോയിക്കൂടെ? മനസ്സിലായി, സന്തോഷം. എന്റെ ദൈവം 350 എനിക്ക് നഷ്ടവും. 350 നഷ്ട. ഇത് എന്നാ തേങ്ങാ കണക്ക്, എനിക്കൊന്നും അതിൽ 150 കിട്ടി. നന്ദിയുണ്ട് കേട്ടോ സാറേ. തലവേദന ചെന്നി കുത്തന് ഒപ്പിയറട ഔഷധം. നമസ്തേ. തലവേദന ചെന്നി കുത്തിന് ഒപ്പിയറട ഔഷധം. ആടാ, ഞാൻ ഇവിടെ പാലത്തിന്റെ അടിയിലില്ല, ഞാൻ ഇവിടുന്ന് വിട്ടിയാ. ഞാൻ പണിക്ക് പോണേ. ശരി ശരി. സാറ് ദൂരം പോയില്ലായിരുന്നു. കിട്ടാനുള്ളത് കിട്ടാതെ നമ്മൾ അങ്ങനെ പോവും. അല്ല, എനിക്ക് കിട്ടാനുള്ള കിട്ടിയോണ്ടല്ലേ ഞാനിവിടെ തന്നെ. 150 തന്നല്ലേ, ഞാൻ ഹാപ്പിയാണല്ലോ. അപ്പൊ പോയിക്കോ, സാർ പോവും. അല്ല, ഇവിടെ ആൾക്കാർ സമയം വെച്ചിട്ട് പോട്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ സെറ്റപ്പിൽ അങ്ങനെ നിന്ന. എല്ലാവരും എന്താണല്ലോ, എല്ലാരും മൊബൈലില്ല. അതെ അതെ, എല്ലാരും ഇപ്പൊ മൊബൈലിൽ. എല്ലാരും രാവിലെ ഇങ്ങോട്ട് വരും, അതങ്ങോട്ട് തോണ്ടി ഇങ്ങനെ ഇരിക്കും. തലതാന്നിരിക്കണ എല്ലാത്തിനും. ഒരെണ്ണത്തിന് ഇവിടെ എന്താണ് നടക്കണെന്ന് എന്തോന്നൊരു ശ്രദ്ധ പോയിട്ട്. അവന് മാത്രമുണ്ട് തല ഉയർത്തി നിൽക്കണം. അവന് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവേകമുണ്ട്, അതുകൊണ്ടാണ് അവൻ തല ഉയർത്തി. സാറേ, അവന് വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പിന്നെ അവന്റെ നെറ്റും വൈഫൈയും കട്ടായിട്ടാണ് അവൻ ഇപ്പം മേലാട്ട് നോക്കിയിരിക്കുന്നത്. അറിയാവോ? വിവേകവും വിദ്യാഭ്യാസം ഞാൻ അവനൊന്ന് ഉപദേശിച്ചിട്ട് വരട്ടെ. പിള്ളേരിങ്ങനെ പൊക്കത്തേക്ക് മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ജീവിതം താഴ്ത്തല്ലേ നിൽക്കുന്നത്.
കണ്ടിട്ടില്ല ഭാഗ്യം. മോനെ ഇവിടെ ഇങ്ങനെ ഈ വെയിലും കൊണ്ട് കുത്തിയിരിക്കാതെ വീട്ടിൽ പോയിരുന്ന് പഠിച്ചു വിടറാ. ചേട്ടനെന്താ ന്യൂ ജനറേഷൻ ഉപദേശിച്ച ചിലപ്പോ കുത്തും. അത് ന്യൂജൻ, ഇത് ഓൾഡ് ജൻ. ആ പിള്ളേരെ ഇരിപ്പുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോ ശ്രദ്ധിക്കണം എപ്പോഴും. ഇവിടെ പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ബാറുള്ളതുകൊണ്ടല്ലേ ആ പാമ്പ്. എല്ലാവരും ഫോണില്ല. പുരുവയിലത്ത് വണ്ടിയും കൊണ്ടു ഇട്ടിട്ട് അതിലും പുരുവയിലത്തിരിക്കണം. ഭ്രാന്താണ്. സാറേ വണ്ടിയേ സാറിന്റെ മങ്ങിപ്പോവും വെയിലത്തിട്ട. കുറച്ചങ്ങ് മാറ്റിയിടാറുന്നില്ലേ? വേണ്ടേ? കഷ്ടം. അപ്പൊ എല്ലാരും ഇവിടെ വന്നിരുന്നത് ഇതിനായിരുന്നല്ലേ?